എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രക്ഷ ആരിൽ നിന്ന് വരുന്നു? രക്ഷകൻ ആരാണ്? രക്ഷ യേശുവിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുകയാണ്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു എന്ന നാമം അല്ലാതെ. അപ്പോൾ രക്ഷകൻ എന്ന് പറയുന്നത് യേശുവാണ്. ഏക രക്ഷകൻ മാത്രമേ ഉള്ളൂ, ഏക മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഏക മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ യേശു അല്ലാതൊരു മധ്യസ്ഥ നിനക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് 14:26 പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുന്നില്ല, ചോദിച്ചെങ്കിൽ എത്ര അധികമായി ഞാൻ പിതാവിൽ നിന്ന് വാങ്ങിത്തരുമായിരുന്നു. അപ്പോൾ യേശുവിനോട് ചോദിക്കുന്നില്ല, പല വഴികളിൽ നമ്മൾ കടന്നു പോവുകയാണ്. ഇവിടെ പറഞ്ഞത് രക്ഷയ്ക്ക് വേണ്ടി ഒരു നാമമേ ഉള്ളൂ, യേശു എന്ന നാമമാ. ആ യേശുവിന്റെ നാമത്തിൽ പ്രത്യാശ വെച്ചാൽ, ആ നാമത്തിൽ വിശ്വസിച്ചാൽ, ആ ദൈവത്തിൽ നീ ആശ്രയം വെച്ചാൽ നിനക്ക് രക്ഷയുണ്ടാകും. ഇന്ന് ഇതൊക്കെ ക്രിസ്ത്യ സഭകൾ മറന്നുപോയി, പലരും മറന്നുപോയി. ചിലവരെ നോക്കിക്കഴിഞ്ഞാൽ 24 മണിക്കൂറും ഇങ്ങനെ ജപമാല ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന കാണാം. ചിലവര് മാതാവേ മാതാവേ എന്ന് മാത്രം വിളിക്കും. അവരുടെ നാവിൽ യേശു എന്ന പേര് അവർ വരുത്തില്ല. അവരെപ്പോഴും മാതാവേ മാതാവേ എന്ന് വിളിച്ച് രക്ഷ പ്രാപിക്കാമെന്ന് ധരിക്കുന്നവരുണ്ട്. മറ്റൊരു കൂട്ടരുണ്ട്, ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയാണ് പ്രധാനം, വിശുദ്ധന്മാരുടെ നൊവേന നടത്തും. ഈ നൊവേന പ്രാർത്ഥന മാത്രം കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. രണ്ടാമത്തെ ഒരു കൂട്ടർ വിചാരിക്കുന്നത്, ഇവരൊക്കെ നൊവേന ചൊല്ലി ഞങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. ഇനി ഓരോ വിശുദ്ധന്മാരുടെ പേരിലും ഓരോ ദിവസവും നൊവേന ചൊല്ലിയിട്ട് രക്ഷ പ്രാപിക്കാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് അവർ നേർച്ചകൾ നേരും. ഇപ്പൊ തുലാഭാരം എന്നൊരു നേർച്ചയുണ്ട്. ഈ തുലാഭാരം യഥാർത്ഥത്തില് എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല, ചില ക്ഷേത്രങ്ങളിൽ ഒരു വഴിപാടാണ് തുലാഭാരം. തുലാഭാരത്തിന് അന്ന് ഉപയോഗിച്ചിരുന്നത് പഞ്ചസാര, പഴം, നെല്ല്, അരി, അതുപോലെ തന്നെ കയറ്, ഇങ്ങനെയുള്ള വസ്തുക്കളായിരുന്നു. പിന്നെ അത് മാറി വന്നപ്പോൾ മനുഷ്യന്റെ ഇഷ്ടമനുസരിച്ച് എന്ത് ചെയ്യാവുന്ന രീതിയിലായി. ഇപ്പോൾ കൊടുക്കുന്നത് വെള്ളി കൊടുക്കുന്നുണ്ട്, സ്വർണം കൊടുക്കുന്നുണ്ട്. ഈ തുലാഭാരം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ വെയിറ്റിനനുസരിച്ച് ഉള്ള സാധനം കൊടുക്കും. അപ്പൊ ഒരു ത്രാസുണ്ട്, ആ ത്രാസിനകത്ത് കയറ്റി ഇരുത്തുമ്പോൾ ഈ മനുഷ്യന് എത്രമാത്രം വെയിറ്റ് ഉണ്ടോ ആ മനുഷ്യന്റെ വെയിറ്റിനനുസരിച്ച് എന്താണ്. ഇപ്പൊ പൂവങ്കല നേർച്ച കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ അമ്പലങ്ങളിൽ കൊടുക്കുന്ന അരി കൊടുത്താലും നെല്ല് കൊടുത്താലും കയർ കൊടുത്താലും ഇങ്ങനെ നേർച്ച ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഹിന്ദു സമുദായത്തിലുള്ള ആചാരങ്ങൾ, അത് അവരുടെ ആചാരത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ വിശ്വാസം രീതി അനുസരിച്ച് അവർ ചെയ്യുന്നു. എന്നാൽ കോപ്പിയടി ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യും? അവരുടെ അത് ചെയ്യുന്നത് കണ്ടിട്ട് ഇവിടെ ദേവാലയത്തിൽ വന്ന് പൂവങ്കൊല, തുലാഭാരം, കരിക്ക് കൊണ്ടുള്ള തുലാഭാരം, ഇങ്ങനെ വിവിധങ്ങളായ തുലാഭാരം ക്രിസ്ത്യ സഭകളിൽ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, ഭദ്രകാളി, സരസ്വതി ദേവി, ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദേവീക്ഷേത്രങ്ങളിലാണ് അവിടുത്തെ ഒരു സമർപ്പണമാണ് പൂവങ്കല നേർച്ച കൊടുക്കുന്നത് അവിടെയാണ്. സരസ്വതി ക്ഷേത്രങ്ങളിൽ, കാളി ക്ഷേത്രങ്ങളിൽ, ഇവിടൊക്കെയാണ് ഈ പൂവങ്കല നേർച്ച കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ എറണാകുളത്തുള്ള കൊരട്ടിമുത്തി പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ നേർച്ച എന്ന് പറഞ്ഞാൽ പൂവങ്കല നേർച്ചയാണ്. ഇത് എവിടെ തോന്നുന്നത്? ദേവീക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്ന ആചാരങ്ങളെ കോപ്പി അടിച്ചിട്ട് നമ്മുടെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഇത് കടന്നു കയറുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്കണം, നിങ്ങൾ ദൈവത്തിന്റെ വചനമായിട്ട് ഇത് തുലനം ചെയ്ത് നോക്കണം. ദൈവത്തിന്റെ വചനം ബൈബിൾ അനുസരിച്ചാണോ നിങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം നിങ്ങളൊന്ന് വായിക്കണം. നിങ്ങൾ വായിക്കുകയല്ല, ധ്യാനിക്കണം. ഈ പറഞ്ഞിരിക്കുന്നതും ഞാൻ ചെയ്യുന്നതും ശരിയാണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിയമാവർത്തനം 18:9, നിന്റെ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. നിനക്ക് കർത്താവാണ് നിന്നെ ഒരു ദേശത്ത് കൊണ്ട് താമസിപ്പിക്കുന്നത്, ഒരു ദേശത്ത് നിന്നെ കൊണ്ടുപോകുന്ന കർത്താവാണ്. ആ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്ത് ചില ദുരാചാരങ്ങൾ ഉണ്ടാകാം.
അതൊന്നും നീ അനുകരിക്കരുത്. അത് നിനക്ക് ചെയ്തുകൂടാ. അത് മറ്റുള്ള മതവിഭാഗങ്ങൾ ചെയ്തോട്ടെ, അവരുടെ ആചാരപ്രകാരം ചെയ്തോട്ടെ, നീ ഇതൊന്നും ചെയ്തുകൂടാ. കർത്താവ് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കാണ് ഞാൻ ഈ പറഞ്ഞത്. നിയമങ്ങളെ വിട്ടിട്ട്, ചട്ടങ്ങളെ വിട്ടിട്ട് നീ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകരുത്. ആ ദുരാചാരങ്ങൾ അനുകരിക്കരുതെന്നാണ് പറയുന്നത്. തുലാഭാരത്തിന് വേണ്ടി, നേർച്ചയ്ക്ക് വേണ്ടി പൂവങ്കോല കൂട്ടിയിട്ടേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അവിടെ എന്തോ ഒരു തിരക്കാണ് പൂവങ്കോല നേർച്ചയ്ക്കായിട്ട്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 13-ാം തിരുവചനം, അന്യദേവന്മാരുടെ നാമം നീ സ്മരിക്കരുത്, അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടവരരുത്. ഞാൻ പറയുന്നത് ബൈബിളാണ് പറയുന്നത്, ബൈബിളിലെ വചനമാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ കാണാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് ക്രിസ്ത്യാനികളാണോ അതോ ഹിന്ദുക്കളാണോ അതോ മറ്റു മതസ്ഥരാണോ? ഇതാരുടെ രീതിയാണ്? ഈ പാട്ട് നിങ്ങൾ കേട്ടു നോക്കുക, ഈ മൂടിയാട്ടമൊക്കെ നിങ്ങളിന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ദൈവാലയത്തിൽ വരേണ്ട കാര്യങ്ങളാണോ, ക്രിസ്തീയ ദേവാലയത്തിൽ വരേണ്ട കാര്യമാണോ? ഈ വചനമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാനിടയായിത്തീരും. സഹോദരങ്ങളെ, ഇവിടെയാണ് നമുക്ക് വഴി തെറ്റിയത്. യൂദത്തിന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 17-ാം തിരുവചനം പറയുക, ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. എപ്പോഴാണ് നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത്? ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ നീ പാപം ചെയ്ത് ദൈവത്തിന്റെ സന്നിധി മാറി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ നീ ഉടമ്പടി എടുത്താലോ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. നിനക്ക് അഭിവൃദ്ധി വേണമെങ്കിൽ നീ കർത്താവിന്റെ വചനത്തിൽ നിന്നും മാറാതെ ആ വചനത്തെ മുറുകെ പിടിച്ചിട്ട് ആ വചനം എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നീ കൂടെ നടന്നു നോക്കുക, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഇല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. ഇത് ഞാൻ പറയുന്നില്ല, വിശുദ്ധ ബൈബിളാണ് പറയുന്നത്. നൊവേന ചൊല്ലിയാലും നിന്റെ വേദനയും കട്ടപ്പാടും ഒന്നും മാറത്തില്ല. നിനക്കൊരു പൂർണ്ണമായ വിടുതൽ വേണോ? അപ്പോസ്തല പ്രവൃത്തി 4:12 പറഞ്ഞ വചനം നീ മറക്കരുത്. അത് നിന്റെ ഹൃദയത്തിൽ കുറിച്ചു വെക്കണം, അത് ഹൃദയ ഫലകത്തിൽ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് നീ ഇടപെടാതെ പറയണം, എനിക്ക് രക്ഷയ്ക്ക് വേണ്ടി ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളല്ലോ, ഞാൻ മറുതലിച്ചു പോയിട്ടുണ്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഈ നാമത്തിന്റെ പിറകെ നീ സഞ്ചരിച്ചു നോക്കുക, എന്നാൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. എനിക്ക് വിശുദ്ധ ബൈബിളിൽ നിന്ന് പറയാറുണ്ട്, വിശുദ്ധ ബൈബിളിൽ പറയുന്നതിൽ നിന്ന് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്തരുത്. വരുത്തുന്നവൻ ശപിക്കപ്പെട്ടവന്റെ കൂട്ടത്തിലെന്ന് വിശുദ്ധ വചനം പറയുന്നുണ്ട്. വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്തുന്നവൻ ശപിക്കപ്പെട്ടവന്റെ കൂട്ടത്തിലാണ്. നമ്മൾ ആ കൂട്ടത്തിൽ പോകരുത്. നമ്മൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചിട്ട് അവന്റെ വഴിയിലൂടെ, യേശുവിന്റെ വഴിയിലൂടെ, ആ നാമത്തിന്റെ പിന്നാലെ നീ സഞ്ചരിച്ചു നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. യേശുവിന് കൈക്കൂലി വേണ്ട സഹോദരങ്ങളെ, യേശുവിന് നേർച്ചയും വേണ്ട, കാഴ്ചയും വേണ്ട, നിന്റെ പ്രവൃത്തികൾ നല്ലതായാൽ മതി. കർത്താവേ എന്നുള്ള നാമം ഇട്ടിട്ട് നീ മറ്റെന്ത് പ്രവൃത്തി ചെയ്താലും നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ കർത്താവേ എന്ന നാമം നീ ഇടപെടാതെ ഉച്ചരിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അല്ലാതെ നേർച്ചയുടെയോ കാഴ്ചയുടെയോ കൈക്കൂലിയുടെയോ പുറകെ പോയി നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയരുത്. ആ സമയം കൊണ്ട് നീ ദൈവത്തിന്റെ വചനം ഇടപെടാതിരുന്ന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇരുന്ന് ദൈവത്തിന്റെ വചനം ധ്യാനിച്ചു നോക്കുക, ഒന്ന് വായിച്ചു നോക്കുക, നീ പാട്ടുപാടി ദൈവത്തെ ഒന്ന് ആരാധിച്ചു നോക്കുക, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. അല്ലാതെ മറ്റുള്ള ചെയ്യുന്നത് കോപ്പി അടിച്ച എൻ്റെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഞാൻ ചെയ്യാം, എനിക്ക് ഗുണമുണ്ടാകും, എനിക്ക് രക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് സഹോദരങ്ങളെ. അപ്പോൾ നമുക്ക് യേശുവിൻ്റെ വചനത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.